ഹലോ നമസ്കാരം. ഇതെൻ്റെ ഹൈഡ്രോപോണിക് സിസ്റ്റമാണ്. ഒരുമാതിരി ചെടികളൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പല സീസണാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെക്കാൻ പാടില്ല, പല സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചീര വെച്ചിട്ടുണ്ട്, തക്കാളി വെച്ചിട്ടുണ്ട്. പലതിനും പല ഗ്രോത്താണ്. കാരണം ന്യൂട്രിയൻസ് നമുക്ക് പലതിനും പലത് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ആകുമ്പോൾ. ഇതൊരു പാഷനായിട്ട് വെച്ചതാണ്. അതിനകത്ത് മുളകും വെച്ചിട്ടുണ്ട്. ഇതാ ഈ മുളകാണ് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. മുളക് ഒരു 3 വെച്ചിട്ടുണ്ട്. 3 മുളകും നല്ല ഭംഗിയായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു സെലറി വെച്ചിട്ടുണ്ട്. നോക്കാം അങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഡച്ച് ബക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും കുഴപ്പമില്ല. കുറച്ച് വളക്കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് TDS കൂട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും TDS കൂട്ടിയിട്ടുണ്ട്. പടവലൊക്കെ പാവൽ മുകളിൽ കയറിയിട്ടുണ്ട്. അതുകൂടാതെ ക്രാക്കിയിലൊരു 4 വെച്ചിട്ടുണ്ട്. ഇത് ക്രാക്കിയിലാണ്. ക്രാക്കിൽ വെച്ചിരിക്കുന്നത് തക്കാളിയാണ് വെച്ചിരിക്കുന്നത്. ക്രാക്കിൽ ഇന്ന് വെച്ചാണ്. ഇതിലും കൂടാതെ കഴിഞ്ഞ സീസണിൽ ഞാൻ ശരിക്കും ചെയ്തതാണ് എയറോപോണിക്സ്. ശരിക്കും ഇതാണ്. ഇത്തവണ എയറോപോണിക്സും ചെയ്തിട്ടുണ്ട്. ഇത്തവണ എയറോപോണിക്സിൽ ഞാൻ തക്കാളിയാണ് വെച്ചിരിക്കുന്നത്. 10 തക്കാളി എയറോപോണിക്സ് വെച്ചിട്ടുണ്ട്. ഇത് ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും ഒരു 30 സെക്കൻഡ് വാട്ടർ സ്പ്രേ കൊടുക്കും. ഇതിൻ്റെ അടിയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അടിയിൽ നോസിൽസ് എല്ലാം വിറ്റിട്ടുണ്ട്. ന്യൂട്രിയൻസിലേക്ക് തന്നെ വീഴും. ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇനി 2 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പം ഞാൻ വെളിയിൽ പോവാണ്. ഞാൻ തിങ്കളാഴ്ചയാണ് വരുള്ളൂ. അപ്പോൾ അതുവരെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പിന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആക്കി വെച്ചേക്കണ കാരണം നമുക്ക് പ്രശ്നമില്ല. എല്ലാം സംഗതിയെല്ലാം നടന്നോളൂ നന്നായിട്ട്. തക്കാളി വെച്ചിട്ട് 2 ദിവസമായുള്ളൂ. പക്ഷെ നന്നായിട്ട് ഒരു ക്ഷീണമൊന്നും കാണുന്നില്ല. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച വരുമ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അറിയാം നമുക്ക് ഇതിൻ്റെ റിസൾട്ടിന് സാധ്യത എന്താണെന്നുള്ളത്. ഇത് ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും 30 സെക്കൻഡാണ് ഇതിലേക്ക് നമ്മൾ വാട്ടർ സ്പ്രേ കൊടുക്കുന്നത്. വാട്ടറല്ല, ശരിക്കും ന്യൂട്രിയൻ സ്പ്രേ കൊടുക്കണം. ഇതിൻ്റെ ഷെഡ്യൂൾ വേറെ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് ഈ ടാങ്കിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതവിടെ വെള്ളം വരുന്നത് കാണിച്ചു തരാം. ന്യൂട്രിയൻസിൽ റിട്ടേൺ വരുവാണ്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.